ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പോകുന്നത് NSS ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് ജില്ലയിലെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്തേക്കാണ്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് NSS ഡ്യൂട്ടി നടക്കുന്നത്. ഈ വർഷം 7 ഡേയ്സാണ് നമുക്ക് NSS ഡ്യൂട്ടി ഉണ്ടായത്, NSS ക്യാമ്പ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 ദിവസമാണ് എനിക്ക് ക്യാമ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അത് ഒരു മോർണിംഗിലും ഒരു നൈറ്റിലാണ് ഞാൻ ഡ്യൂട്ടി എടുത്തത്. ഈ വീഡിയോ എടുക്കുന്നത് മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ 8 മണിക്കാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. എന്നാൽ മാത്രമേ നൈറ്റിലുള്ള ടീച്ചേഴ്സിന് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് നമ്മൾ അപ്പോൾ ഈ പറമ്പിൽ ബസാർ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് പോവേണ്ടത്. അപ്പോൾ ഞാനൊരു ഫസ്റ്റായിട്ട് ഒരു ഓട്ടോയിൽ കയറിയിട്ട് മാനാഞ്ചിറ ഇറങ്ങി അവിടെ നിന്നാണ് പിന്നെ പറമ്പിൽ ബസാറിലോട്ട് ബസ് ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഒരു 8 മണിക്ക് എത്തണം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു 6:30ക്കാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊരു 7 മണിക്കാണ് പറമ്പിൽ ബസാറിലോട്ട് മാനാഞ്ചിറയിൽ നിന്ന് ബസ് കിട്ടിയത്. അപ്പോൾ രാവിലെയുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബസ്സിൽ ഒരു പാട്ടും കൂടി ഉണ്ടെങ്കിൽ അതൊരു ഇരട്ടി സൂപ്പറായിട്ടുള്ള ഒരു വൈബും കൂടി കിട്ടുന്നതാണ് നമുക്ക്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറമ്പിൽ ബസാർ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ റോഡ് ഭയങ്കര വിജനമായിരുന്നു. വിജനം തന്നെ അല്ലേ പറയാം, ഓക്കെ. അപ്പോൾ അത് സൂപ്പറായിരുന്നു. ആ ടൈമിൽ റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ട് അവിടെ നിന്ന് അപ്പോൾ ഉണ്ട് കുറേ സ്റ്റുഡൻസൊക്കെ വന്ന് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ എടുത്തു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ബോയ്സ് ആൻഡ് ഗേൾസ് ഉള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ മെജോറിറ്റിയും ബോയ്സാണ് ഇവിടെ ഉള്ളത്. ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും എന്താ പറയുക, ആ പ്രായത്തിൻ്റെ വികൃതിയുണ്ട്. പക്ഷേ ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ പോകാനും NSS ഡ്യൂട്ടിയിൽ അവരോട് കൂടെ ക്യാമ്പിൽ പങ്കെടുക്കാനൊക്കെ ഭയങ്കര രസകരമായിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിലാണ് ഈ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷങ്ങളിലൊന്നും നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് യാതൊരു ആലോചനയും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ +2 അതുപോലെ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ്. എൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ഞാൻ +2 എന്ന് പറയുന്നത് നല്ല ഹൈലി മെച്ചൂർഡായുള്ള ഒരു കുട്ടിയെ പോലെയാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് തിരിഞ്ഞ് നോക്കുമ്പോൾ കേട്ടോ. അതായത് ക്ലാസ് റൂമിലൊക്കെ കേട്ടോ, വീട്ടിലങ്ങനെയൊന്നും അല്ലെങ്കിലും ക്ലാസ് റൂമിൽ അങ്ങനെയാണ് എൻ്റെ ബിഹേവിയർ പാറ്റേൺ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അവരൊക്കെ ആ സമയം എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനും അതുപോലെ തന്നെ കളിക്കാനും ഒക്കെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.